അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, സി.എച്ച്. മുസ്തഫയുടെ ഹദീസ് വിരുദ്ധമായിട്ടുള്ള പ്രസംഗങ്ങളിൽ പറയുന്നൊരു സംഗതി, ചില ഹദീസുകളിൽ ഉദ്ധരിച്ചു വന്നിട്ടുള്ള ഒരു പരാമർശമാണ്. നമസ്കാരം സ്ത്രീ, അതുപോലെ നായ, കറുത്ത നായ, പിന്നെ കഴുത, ഇതൊക്കെ നമസ്കാരത്തിന് ഭംഗം വരുത്തും, നമസ്കാരത്തെ മുറിക്കും. മായഖ്തഉ സ്വലാത്ത ഇല്ലൽ കെൽബു വൽ ഹിമാറു വൽ മർഅ എന്നിങ്ങനെയാണ് ഹദീസിൻ്റെ പ്രയോഗങ്ങളുള്ളത്. അതിൽ കെൽബിനെ പറ്റി പറഞ്ഞപ്പോൾ കെൽബുൽ അസ്വദ് എന്നുള്ളൊരു പരാമർശവും കൂടിയുണ്ട്. ഇത് സ്ത്രീകളെ അവഹേളിക്കാനാണ് എന്ന വാദമാണ് മുസ്തഫ ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഹദീസിനെ സംബന്ധിച്ച് പരിശോധിച്ചാൽ ഇമാം ബുഖാരി ഈ ഹദീസ് എന്നുള്ളവർക്ക് ഉദ്ധരിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ആയിഷ റളിയല്ലാഹു അൻഹായുടെ മുമ്പിൽ വച്ച് മസ്റൂഖ്, ആയിഷ റളിയല്ലാഹു അൻഹായുടെ ശിഷ്യനാണ്, താബീ പണ്ഡിതനാണ്. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹായുടെ സഹോദരി പുത്രൻ ഉർവ, ഇങ്ങനെയുള്ള ആളുകൾ ആയിഷ റളിയല്ലാഹു അൻഹായുടെ മുമ്പിൽ വച്ച് ആളുകൾ ഇങ്ങനെ പറയുന്നു എന്നുള്ള നിലക്കാണ് ഈ സംഗതി പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ള നിലക്കല്ല. യഖൂലൂൻ എന്ന് പറഞ്ഞാൽ ആളുകൾ പറയുന്നു എന്നതിനർത്ഥമുള്ളൂ, അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല അത് പ്രയോഗിക്കാറുള്ളത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അദൽതുമൂന എന്നാണ് ഒരു റിപ്പോർട്ടിലുള്ളത്. മറ്റൊരു റിപ്പോർട്ടിലുള്ള ശബ്ബഹുത്തുമൂനാണ്, ഞങ്ങൾ സ്ത്രീകളെ നായകളോടും കഴുതകളോടും ഒക്കെ ഉപമിച്ചു കളഞ്ഞു. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ നബിയുടെയും ഖിബിലയുടെയും ഇടയ്ക്ക് ഞാൻ കിടക്കാറുണ്ട്. ഞാനവിടെ കിടന്നുറങ്ങും. അന്ന് വീട്ടിൽ വിളക്കോ നമ്മളെ കാലത്തേതുപോലെ വിളക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇരുട്ടത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുക. നബിയുടെ മുമ്പിൽ കട്ടിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ കിടക്കുക. എന്നിട്ട് അവർ പറയുന്നത്, നബി സുജൂദിലേക്ക് പോകുമ്പോൾ എൻ്റെ ശരീരത്തിലൊന്ന് തട്ടും. അപ്പോൾ ഞാൻ നബിൻ്റെ സുജൂദിൻ്റെ സ്ഥലത്ത് എൻ്റെ കാലാണെങ്കിൽ ആ കാലൊന്ന് വലിക്കും. നബി എഴുന്നേറ്റാൽ വീണ്ടും ഞാൻ കാല് നീട്ടുന്ന. പിന്നെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് മുസ്ലിം, അബൂ ദാവൂദ്, തിർമിദി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ തന്നെ മുസ്നദിലൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടെ ചില റിപ്പോർട്ടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ള നിലക്ക് തന്നെ ഇത് ഉദ്ധരിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹദീസ് എന്ന് പറയുന്നത് അത് സഹീഹാവുക എന്നതിന് ചില നിബന്ധനകളുണ്ട്. ഇനി സഹീഹായാണെന്ന് വന്നാൽ തന്നെയും ഹദീസ് പ്രയോഗത്തിലുണ്ടോ ഇല്ല എന്നുള്ളത് അത് സഹാബിമാരുടെ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അത് ഉണ്ടോ ഇല്ലേ, അതായത് പ്രയോഗത്തിലുണ്ടോ ഇല്ല എന്നുള്ളത് തീരുമാനിക്കാം. അപ്പോൾ അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട സംഗതി ഉദ്ധരിച്ചു വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു എന്നത് ഖണ്ഡിതമായിട്ട്, അതായത് പൂർണ്ണാർത്ഥത്തിൽ സഹീഹായിട്ട് ഉദ്ധരിച്ചു വന്നിട്ടുള്ളതല്ല എന്നുള്ളതാണ്. ഒരു ഹദീസ് സഹീഹ എന്ന് പറഞ്ഞ ദഈഫാവുക എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്നും ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഹദീസ് സഹീഹാവുക എന്ന് പറഞ്ഞതിൽ അർത്ഥം ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള ആളുകൾ എല്ലാവരും കൊള്ളാവുന്നവരാണ്.
അല്ലെങ്കിൽ ദഈഫാകുക എന്ന് പറഞ്ഞാൽ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള ആളുകളിൽ ചിലർ കൊള്ളാത്തവരുണ്ട്. അവരുടെ ജീവിതത്തെ വിശ്വാസ്യതയെ സംബന്ധിച്ച് സംശയമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകളുടെ ഹദീസ് സഹീഹാണെന്ന് അംഗീകരിക്കൂല. ഇനി അങ്ങനെ സഹീഹാണ് ദഈഫാണ് എന്ന് പറഞ്ഞാൽ പോലും ഹദീസിൻ്റെ ടെക്സ്റ്റ് മത്തിൻ അത് പരിശോധിച്ചിട്ടാണ് വീണ്ടും ഈ ഹദീസ് പൂർണ്ണമായിട്ട് സ്വീകാര്യമാണോ അല്ലെന്നുള്ളത് തീരുമാനിക്കണമെന്നാണ്. അപ്പോൾ ആ നിലക്ക് ഈ ഹദീസിനെ സംബന്ധിച്ച് പരിശോധിച്ചാൽ മൊത്തം മുസ്ലിം സമൂഹം എന്ന് പറയുമ്പോൾ ഇജ്തിഹാദിന് കഴിവുള്ള യോഗ്യരായിട്ടുള്ള പണ്ഡിതന്മാർ, സഹാബിമാർ, താബിഈകൾ, അതിനുശേഷം വന്നിട്ടുള്ള പണ്ഡിതന്മാരടക്കം ഈ ഹദീസിനെ പൂർണ്ണാർത്ഥത്തിൽ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചില ആളുകൾ ഇത് അംഗീകരിച്ചുകൊണ്ട് ഇതുകൊണ്ട് നമസ്കാരം മുറിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹംബലിനെ പോലുള്ള ആളുകൾ പറയുന്നത് നായ നമസ്കാരത്തെ മുറിക്കും, പെണ്ണിൻ്റെയും കൈതയുടെയും കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് പറയുന്നുണ്ട്. അബൂദാവൂദിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അവിടെ അബൂദാവൂദ് തന്നെ പറയുന്നത് എനിക്ക് ഈ ഹദീസിനെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ സംശയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അബൂ സഈദുൽ ഖുദരി, പ്രസിദ്ധ സഹാബിയായിട്ടുള്ള അബൂ സഈദുൽ ഖുദരിയുടെ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് നമസ്കാരത്തെ യാതൊന്നും മുറിക്കൂല എന്നാണ്. നമസ്കാരത്തിന് ആരും ഭംഗം വരുത്താൻ പോകുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ, അവിടെ സ്ത്രീ അല്ല നായ കവിത എന്നൊന്നുമല്ല, ഒരു പുരുഷൻ. അതും അദ്ദേഹം പറയുന്നത് ഒരു യുവാവ് അദ്ദേഹം നിസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ കടന്നു പോകാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ആ യുവാവിനെ തടഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. എന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞത് നമസ്കാരത്തെ ആരും ഒന്നും ചെയ്യും മുറിക്കൂല, പക്ഷേ നമസ്കരിക്കുന്നതിൻ്റെ മുമ്പിലൂടെ ആരെങ്കിലും കടന്നു പോകാൻ ശ്രമിച്ചാൽ അവരെ നിങ്ങൾ കഴിയുന്നത്ര തടുക്കണം, അവനെ നമസ്കരിക്കുന്നതിൻ്റെ മുമ്പിലൂടെ പോകാൻ അനുവദിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അവിടെയും ആ മനുഷ്യനെ സംബന്ധിച്ചും ഷെയ്ത്താൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കെൽബുൻ അസ്വദ് എന്നിടത്ത് ഷെയ്ത്താൻ എന്ന് പറഞ്ഞത് നായ എന്നത് പൊതുവിൽ തന്നെ ചിലപ്പോഴൊക്കെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരു ജീവിയാണ്. അത് ചിലപ്പോൾ കടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അത് അസ്വദ് എന്ന് പറയുമ്പോൾ ആ നായക്ക് എന്തോ കുറച്ചുകൂടി ഗൗരവം ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കണം പറഞ്ഞിട്ടുള്ളത്. എല്ലാ നായയും ഒരുപോലെയല്ല. ഇനി അത് മാറ്റി നിർത്തിയാൽ പോലും നായ എന്ന് പറയുന്നത് പൊതുവിൽ ഈ നായ എന്ന് പറയുമ്പോൾ അവിടെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ വീട്ടുകളിൽ കാവലിന് വേണ്ടി അല്ലെങ്കിൽ വേട്ടയ്ക്ക് വേണ്ടി പോറ്റുന്ന നായകളെ സംബന്ധിച്ചല്ല ഈ പറയണതെന്നുള്ളതാണ്. ഇത് തെരുവ് നായ്ക്കളെ പറ്റിയാണ് ഈ പരാമർശം. തെരുവ് നായ്ക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമുണ്ട്. ഇത് ഇന്ന് പരിഹരിക്കപ്പെടാതെ നിലനിൽക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത്തരം നായകളെ സംബന്ധിച്ചുള്ള ഒരു പരാമർശം എന്നതിനെപ്പറ്റി പറയേണ്ടതുള്ളൂ. ഇനി അതെല്ലാം മാറ്റി നിർത്തിയാൽ തന്നെ മുസ്ലിം സമൂഹത്തിലെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള, പാണ്ഡിത്യത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള എല്ലാ പണ്ഡിതന്മാരും ഇത് ഒറ്റക്കെട്ടായിട്ട് ഇതിങ്ങനെ തന്നെ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. ഒരു വിഭാഗം, വലിയൊരു വിഭാഗം പറഞ്ഞത് നമസ്കരിക്കണതിൻ്റെ മുമ്പിലൂടെ ആര് എന്ത് തന്നെ പോയാലും അതുകൊണ്ട് നിസ്കാരം മുറിയാൻ പോകുന്നില്ല. അതേ അവസരം ആ പോകുന്ന ജന്തുവിൻ്റെ, ജീവിയുടെ അല്ലെങ്കിൽ മനുഷ്യനാണെങ്കിൽ മനുഷ്യൻ്റെ, അതാണ് പെണ്ണെന്നൊന്നുമില്ല. അതുമായി ബന്ധപ്പെട്ട് ഇയാൾ നമസ്കാരത്തിൽ ഇയാൾ അതിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അയാളുടെ നമസ്കാരത്തിന് ഭംഗം വരുന്നല്ലാതെ അതിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അയാൾ നമസ്കാരത്തിന് യാതൊരു ഭംഗവും വരാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് വച്ചിട്ടാണ് മുസ്തഫ ഹദീസിനെ മൊത്തത്തിൽ തന്നെ തള്ളിക്കളയുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. ഇതുപോലുള്ള ഹദീസുകളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ തന്നെ എല്ലാവരും ഏകകണ്ഠമായിട്ട് ഇത് സഹിയാണെന്ന് പറയുന്നില്ല. ഇനി പറഞ്ഞവർ തന്നെയും അത് പൂർണ്ണാർത്ഥത്തിൽ അംഗീകരിക്കുന്നില്ല. സഹാബിമാരാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള സമീപനം കൈകൊണ്ടിട്ടുമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഹദീസ് പരാമർശം കേട്ടപ്പോൾ അവിടെ ആ ബുഖാരിയൊക്കെ ഉദ്ധരിച്ചതിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊന്നുമല്ല, ആളുകൾ അങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം പരാമർശങ്ങളെടുത്തിട്ട് ഹദീസിനെ നിരാകരിക്കുകയും ഹദീസ് പണ്ഡിതന്മാർ തെറി പറയുകയും ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധി
തീർച്ചയായിട്ടും സംശയിക്കേണ്ടതാണ്. മുസ്തഫ പറയുന്നതിൻ്റെ അർത്ഥത്തിൽ മാത്രമല്ല, മുസ്തഫ പറയുന്നത് മറ്റൊരു താല്പര്യം വെച്ചിട്ടാണ്. അത് സത്യസന്ധമായി തന്നെ ആരെങ്കിലും അത് പറയുകയാണെങ്കിൽ പോലും അത് സംശയിക്കപ്പെടേണ്ട ഒരു പരാമർശമായിട്ടേ കണക്കിലെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഈ ഹദീസുകളെ മൊത്തം എടുത്ത് പരിശോധിച്ചാൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് മുസ്ലിം പണ്ഡിതന്മാരിൽ, അതും താബികളിൽ അതിന് ശേഷമൊക്കെ ഉള്ള പണ്ഡിതന്മാരിൽ ചിലർ അത് അംഗീകരിക്കുന്നുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും അത് അംഗീകരിച്ചിട്ടില്ല. ചിലരിതിൽ ചിലരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള നിരാകരിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇത് മുസ്ലിം സമൂഹം അംഗീകരിച്ചിട്ടുള്ള ഒരു സംഗതിയല്ല. നല്ലൊരു വിഭാഗം പറയുന്നത് നമസ്കാരത്തിൻ്റെ മുമ്പിൽ, നമസ്കരിക്കുന്നതിൻ്റെ മുമ്പിലൂടെ ആര് എന്ത് പോയാലും അതുകൊണ്ട് നിസ്കാരത്തിന് ഭംഗം വരാൻ പോകുന്നില്ല. നമസ്കരിക്കുന്ന ആൾ അതിൽ ഇടപെടുകയും അതിനായിട്ട് ബന്ധപ്പെട്ട ആൾ നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അയാളുടെ നമസ്കാരത്തിന് ഭംഗം വരും എന്നുള്ളതാണ്. അവിടെയും നമസ്കരിക്കുന്നതിൻ്റെ മുമ്പിൽ മറ ഉണ്ടായിരിക്കണം എന്നുള്ള നിർദ്ദേശമുണ്ട്. ആ മറ ഇല്ലെങ്കിലാണ് ഈ പറഞ്ഞതൊക്കെയും. മറ ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തൂടെ പോകുന്നത് ഒരാൾക്കും നമസ്കാരത്തിനെ ശല്യപ്പെടുത്താൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതുപോലുള്ള ഹദീസുകളുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ. ആ വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഈ ഹദീസുകളെ നിരാകരിക്കുക മാത്രമല്ല അതിൻ്റെ പേരിൽ മുഹദ്ദിസുകളെ തെറി പറയുകയും അവരൊന്നിനും കൊള്ളരുതാത്തവരാണ്, അവർ മുആവിയയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇസ്ലാമിനെ വികലമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണെന്നൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. വസ്തുതയുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്.